നമസ്കാരം. ബംഗാൾ കോട്ടയിലെ ഇടിമുഴക്കങ്ങൾ. ഒരു കാലത്ത് ചെങ്കോട്ടയായിരുന്ന പശ്ചിമ ബംഗാൾ കമ്മ്യൂണിസവും നക്സലിസവും തളച്ചുവളർന്നിടം. 60കളുടെ അവസാനം തൊട്ട് 4 പതിറ്റാണ്ടോളം ഈ ഇടതുകോട്ടകൾ കുലുങ്ങിയിരുന്നില്ല. എന്നാൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് വേർതിരിപ്പിച്ചോടെ ബംഗാൾ രാഷ്ട്രീയത്തിന് സമവാക്യങ്ങൾ ആകെ മാറി. 1967 ബംഗാളിലെ നക്സൽബാരി എന്ന സ്ഥലത്ത് വെച്ച് 3 ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ നക്സലേറ്റ് വിപ്ലവങ്ങൾ തുടങ്ങിയത്. ജന്മിമാരുടെ ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വിപ്ലവത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അതോടെ ബംഗാളിലെ കോൺഗ്രസ് അടിതെറ്റി. കോൺഗ്രസിന്റെ സ്ഥാനത്ത് സിപിഎം തഴച്ചു വളർന്നു. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം 20 സീറ്റ് നേടി. ബംഗാളിലെ ഇടതു മേധാവിത്വത്തിന് അന്ത്യം കുറിക്കുന്ന 2 സംഭവങ്ങളാണ് ഈ നൂറ്റാണ്ടിൽ ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ജാതകം തിരുത്തിയത്. നാനോ കാർ നിർമ്മിക്കുന്നതിന് ബംഗാളിലെ സിംഗൂരിൽ ഫാക്ടറി ആരംഭിക്കാൻ ഇടതു സർക്കാർ ടാറ്റ കമ്പനിക്ക് അനുവാദം നൽകി. അത് വലിയ വിവാദമായി. കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന മമതാ ബാനർജി സമരങ്ങൾക്ക് പിന്തുണ നൽകി. 2008 ഫാക്ടറി നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ടാറ്റ പിന്മാറി. 2007 നന്ദിഗ്രാമിൽ പ്രത്യേക സാമ്പത്തിക മേഖലയെ സ്ഥാപിക്കുന്നതിന് സ്ഥലമേറ്റെടുക്കാൻ ഇടതു സർക്കാർ തീരുമാനിച്ചു. അത് വൻ പ്രതിഷേധത്തിലേക്ക് നയിച്ചു. സംഘടിച്ച കർഷകരെ നേരിടാൻ 2007 മാർച്ച് 14 നന്ദിഗ്രാമിലേക്ക് സർക്കാർ 3000 പോലീസുകാരെ അയച്ചു. തടയാൻ 5000ത്തോളം ഗ്രാമവാസികളും ഒത്തുകൂടി. തുടർന്നുണ്ടായ വെടിവയ്പിൽ 14 കർഷകർ കൊല്ലപ്പെട്ടു. ഈ 2 സംഭവങ്ങളോടെ സംസ്ഥാനത്തെ ജനവികാരം ഇടതു സർക്കാരിനെതിരായി എന്ന് മാത്രമല്ല, പിന്നീട് നടന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സിപിഎമ്മിന് തിരിച്ചുവരാനായില്ല. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്ത മമതാ ബാനർജി പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം ആവർത്തിച്ചു. പതിയെ സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനത്ത് ബിജെപി രംഗപ്രവേശനം ചെയ്തുവെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ സ്വാധീനത്തിന് ഇളക്കം തട്ടാനായില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 42 സീറ്റിൽ 18 സീറ്റ് ബിജെപി നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേട്ടമുണ്ടാക്കി.